ഹലോ ഗായ്സ്, MIT ആപ്പ് ഇൻവെൻറ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്റ്റെപ്പ് ട്രാക്കർ ആപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നടക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതുപോലെ തന്നെ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര ടൈം എടുത്തു, ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ ഞാൻ MIT ആപ്പ് ഇൻവെൻറ്ററിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ക്രിയേറ്റ് ആപ്സ് എന്നുള്ള ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ബട്ടണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കും. ഞാനിവിടെ സ്റ്റെപ്പ് ട്രാക്കർ എന്നാണ് എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൻ്റെ വീണ്ടും ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്രീൻ, യൂസർ ഇൻ്റർഫേസ് സ്ക്രീന്. ഞാനിവിടെ സാമ്പിൾ പ്രൊജക്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു മോഡലിലാണ് നമ്മൾ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്റ്റെപ്പ് ട്രാക്കർ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡലിലാണ്. ഓക്കെ, അപ്പം ഇതേ രീതിയിൽ നമ്മൾ യൂസർ ഇന്റർഫേസ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കോഡിംഗ് സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പം ആ ഒരു മോഡലിൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ലേ ഔട്ട് എല്ലാം ശരിയാക്കണം. ഇതിൻ്റെ അകത്തുള്ള സ്ക്രീൻ ഓറിയന്റേഷൻ ലേ ഔട്ടും കാര്യങ്ങളെല്ലാം ശരിയാക്കണം. ഓക്കെ, കുറേ പ്രോപ്പർട്ടീസ് എല്ലാം ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം മാറ്റാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ യൂസർ ഇന്റർഫേസ് ക്ലിയർ ആക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്ക്രീനിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അതിൽ പോയിട്ട് സ്ക്രീൻ ഓറിയന്റേഷൻ മാറ്റിയിട്ട് പോർട്രേറ്റ് ആക്കുന്നു. എൻ്റെ ഈ ഒരു ആപ്പ്, ഞാൻ ഉണ്ടാക്കിയ ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പോർട്രേറ്റ് മോഡലാണ്. അത് ലാൻഡ്സ്കേപ്പിലേക്ക് പോകില്ല, പോർട്രേറ്റ് മോഡലാണ്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഓറിയന്റേഷൻ പോർട്രേറ്റ് ആക്കണം. ഓക്കെ, അതിനുശേഷം സ്ക്രോളബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ചെയ്യാം, കുഴപ്പമില്ല. സ്ക്രോളബിൾ നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഷോർട്ട് സ്റ്റാറ്റസ് ബാർ, അത് അവിടെ തന്നെ നോട്ടെ. സ്ക്രീൻ ടൈറ്റിൽ വിസിബിൾ എന്നിട്ട് ഈ ഒരു ടൈറ്റിൽ വിസിബിൾ ആണെങ്കിൽ ആക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ സാമ്പിൾ പ്രൊജക്റ്റിൽ അത് കൊടുത്തിട്ടില്ല. ഈ ടൈറ്റിൽ വിസിബിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല, അത് അൺടിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒരു ലേബൽ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഞാൻ അടുത്ത ലേ ഔട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ സ്പോട്ടിൽ തന്നെ നമ്മൾ ഔട്ട്പുട്ട് വ്യൂ ചെയ്യുന്ന രീതിയിലാക്കുന്ന എപ്പോൾ നല്ലതെന്ന്. അതാകുമ്പോൾ നമ്മളെ സ്ക്രീൻ ഓറിയന്റേഷനും കാര്യങ്ങളും ഡയമെൻഷനെല്ലാം കറക്റ്റ് ആയിരിക്കും. ഈ ഒരു സ്ക്രീന് ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷെ നമ്മളെ ആൻഡ്രോയിഡ് ഫോൺ അത്യാവശ്യം ഇതിനേക്കാൾ സൈസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്പോട്ടിൽ തന്നെ AI കമ്പൈനിൽ പോയിട്ട് ഈ ഒരു QR കോഡ് നമ്മളെ മൊബൈലിൽ സ്കാൻ ചെയ്യുക. നമ്മളെ മൊബൈലിൽ MIT ആപ്പിന്റെ കമ്പൈനിയൻ ആപ്പ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു എങ്ങനെ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ കമ്പൈനിയൻ ആപ്പ് ഓർക്കുന്നു. എൻ്റെ സ്കാൻ QR കോഡ് എന്ന് കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, മൊബൈലിലും ഇതേ ഔട്ട്പുട്ട് വ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം നമ്മൾ തുറന്നിട്ട് നോക്കുക. മൊബൈൽ ഔട്ട്പുട്ട് സ്റ്റോപ്പ് ആക്കാണ്ട് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ഇനി ഞാൻ ഓൾറെഡി സാമ്പിൾ പ്രോജക്റ്റ് കാണിച്ചു തന്ന മോഡലിൽ നമുക്ക് ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് ലേ ഔട്ട് പോവാം, എന്നിട്ട് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കുക. അതേ മോഡലിൽ ഏകദേശം കിട്ടാനാണ്. എന്നിട്ട് അറേഞ്ച്മെന്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരിക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ സൈസ് കുറച്ചിട്ട് ഏകദേശം ഹൈറ്റ് കുറച്ചിട്ട് ഒരു 2% ആക്കും. അതായത് ഈ സ്പേസിനും അലൈൻമെന്റിലും കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഈ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 2% ആകും. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലേബൽ, അടുത്ത ടൈറ്റിലാണ്. ടൈറ്റിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ലേബൽ യൂസ് ചെയ്യുന്നു, ഈ ഒരു ലേബൽ. ഓക്കെ, ഇനി ലേബലിലുള്ള ടെക്സ്റ്റ് ഓരോന്നിൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ലേബലിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ലേബലിൻ്റെ പ്രോപ്പർട്ടീസ് ടെക്സ്റ്റ് മാറ്റിയിട്ട് എൻ്റെ ആപ്പിൻ്റെ പേര് സ്റ്റെപ്പ് ട്രാക്കർ ആപ്പ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരന്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സ്പോട്ടിൽ തന്നെ എൻ്റെ ഔട്ട്പുട്ടും വ്യൂ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് എലമെന്റ് സെൻറ്റർ കൊടുക്കും. അപ്പം ഈ ഒരു ഔട്ട്പുട്ട് ഉണ്ടോ, ഈ ഒരു സെൻറ്ററിൽ, ഈ ഒരു ടൈറ്റിൽ സെൻറ്ററിലേക്ക് വരും. ടൈറ്റിൽ കുറച്ചും കൂടെ ലാർജ് ആക്കാം, ഏകദേശം ഒരു 30 ഫോണ്ട് 30 സൈസ് കൊടുക്കാം. കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. ഒന്ന് ഫോണ്ട് ബോൾഡും കൂടി കൊടുക്കാം. ഓക്കെ, പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി നെക്സ്റ്റ് വീണ്ടും ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്. ഈ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് ജസ്റ്റ് സ്പേസ് കാര്യങ്ങൾ കിട്ടാനും പിന്നെ അറേഞ്ച്മെന്റ് ഒന്ന് ക്ലിയർ ആക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുത്തും വീണ്ടും അതിൻ്റെ ഹൈറ്റ് ഒന്ന് മാറ്റിയിട്ട് ഒരു 2% ഇടാം. ഓക്കെ, ഇത് എൻ്റെ ഫോണിന് കണക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഓരോരുത്തരും ഫോണിന് അതിന് കണക്കായിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഔട്ട്പുട്ട് നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കുന്നു, അതിന് താഴെ ഡ്രാഗ് ചെയ്തിടുന്നു. അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ഉള്ളിലാണ് നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ സാമ്പിൾ പ്രോജക്റ്റിൽ കാണിച്ചിരുന്നു ഒരു ഇമേജ്. ഓക്കെ, ഒരാൾ നടക്കുന്ന രീതിയിലുള്ള ഒരു ലോഗോ ആണ് ഒരു ഇമേജ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കുക. ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് 3, അതിന്റെ വിഡ്ത്ത് ഫിൽ പാരന്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇമേജ് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിനുള്ളിലേക്ക് കൊണ്ടുവരണം. അതായത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് 3ലേക്ക് നമ്മൾ ഇമേജ് കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ യൂസർ ഇന്റർഫേസ് സെക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ ഇമേജ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അത് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് 3ന്റെ ഉള്ളിലേക്ക് ഇടുന്നു. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇമേജിന്റെ പ്രോപ്പർട്ടീസിൽ പിക്ചർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് അപ്ലോഡ് ഫയൽ കൊടുക്കുക, ചൂസ് ഫയൽ കൊടുക്കുക. ഇത് ഞാനിവിടെ ഓൾറെഡി ഒന്ന് വെച്ചിട്ടുണ്ട്, ഒരു ഫയൽ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഓപ്പൺ കൊടുക്കും, ഓക്കെ കൊടുക്കും. അപ്പോൾ ഏത് പിക്ചർ വേണ്ടിക്ക് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിക്ചർ വന്നിട്ടുണ്ട്, പക്ഷെ അത്യാവശ്യം അതിൻ്റെ സൈസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ സൈസ് കുറച്ചും കൂടി ചെറുതാക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ. അപ്പം ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കട്ടെ. ഹൈറ്റ് ഏകദേശം 20% ആക്കാം. 20% ചെറുതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സെൻറ്ററിലേക്ക് കൊണ്ടുവരണം എനിക്ക്. അപ്പോൾ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ ഞാൻ വേണ്ടി ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് 3ന്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് സെൻറ്റർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ലോഗോ സെൻറ്ററിൽ, ആൾ നടക്കുന്ന ലോഗോ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീണ്ടും ഞാനൊരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കുന്നു. ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കുന്നു, ഇതിന് താഴെ കൊണ്ടുവരുന്നു. അതിൻ്റെ ഹൈറ്റ് ഒരു ഏകദേശം 2% എടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കുന്നു, വീണ്ടും താഴെ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിലാണ് നമ്മൾ ഇനി സ്റ്റെപ്സ് മാർക്ക് ചെയ്യുന്നത്. അതിലൊരു ലാബിൽ ഇട്ടിട്ട് ആ ഒരു ലാബിലാണ് നമ്മൾ നടക്കുമ്പോഴുള്ള സ്റ്റെപ്സ് മാർക്ക് ചെയ്യുന്ന കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, തൽക്കാലത്തേക്ക് ഈ ഒരു ലാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് പേര് റീനെയിം ചെയ്യുന്നു, സ്റ്റെപ്സ് ഇടാം. കാരണം ഇതാണ് നമ്മൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് സ്റ്റെപ്സ് ഇടുന്നത്. ഓക്കെ എടുക്കും. സ്റ്റെപ്സ് എന്നുള്ള പേര് ഈ ഒരു ലാബലിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ലാബലിന്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് ടെക്സ്റ്റ് മാറ്റിയിട്ട് 0 എന്ന് കൊടുക്കാം. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ്. 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റെപ്സ്. അപ്പോൾ 0 എന്ന് കൊടുക്കാം. 0 എന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ സൈസും കാര്യങ്ങളിലൊന്ന് മാറ്റിയിട്ട് കൊണ്ടിട്ടെ. ഓക്കെ, ഹൊറിസോണ്ടൽ അലൈൻമെന്റ് 5 പോകുന്നു, ഫിൽ പാരന്റ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ലാബൽ സെന്ററിലേക്ക് കൊണ്ടുവരുന്നു. ഏകദേശം അലൈൻമെന്റ് സെന്ററിലേക്ക് കൊണ്ടുവന്നു. അത് 0 വളരെ ചെറുതാണ്. അപ്പോൾ അതിന്റെ സൈസും കുറച്ച് കൂട്ടി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഏകദേശം ലാബലിന്റെ സൈസ് 40 കൊടുക്കാം. അത് അത്യാവശ്യം വിസിബിൾ ആയിരിക്കണം. ഇതാണ് നമ്മുടെ ഈ ഒരു ആപ്പിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ലാർജ് ഒരു 40 സൈസ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് അടുത്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കുന്നു. വീണ്ടും ഡ്രാഗ് ചെയ്തിട്ട് ഇതിന്റെ താഴേക്ക് ഇടുന്നു. എന്നിട്ട് അതിന്റെ വിഡ്ത്ത് ഫുൾ ആക്കുന്നു, ഫിൽ പാരന്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ വീണ്ടും നമ്മളൊരു ലാബൽ ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഇതിപ്പം 0 എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. 0 ജസ്റ്റ് 0 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ 0 ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി 0 സ്റ്റെപ്സ് ആയിരിക്കണം. അപ്പോൾ സ്റ്റെപ്സ് അടിയിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ 0 സ്റ്റെപ്സ് എന്ന് പറയണം. ഇതിന്റെ സ്റ്റെപ്സ് വീണ്ടും സെന്ററിലേക്ക് കൊണ്ടുവരും. ഇതിന്റെ അറേഞ്ച്മെന്റെല്ലാം നോക്കിയിട്ട് മാറ്റും. ഓക്കെ, സെന്ററിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇതിന്റെ ഫോണ്ട് സൈസ് ഒന്ന് മാറ്റി കൊടുക്കും, 30 കൊടുക്കാം. അതിൻ്റെ ഫോണ്ട് ബോൾഡും കൊടുക്കാം, കുറച്ച് സൈസ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റെപ്സിൻ്റെ ഫോണ്ട് കുറച്ചും ബോൾഡാക്കാം. അപ്പോൾ 0 സ്റ്റെപ്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാറുമ്പോൾ ഇത്ര സ്റ്റെപ്സ് എന്ന് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റെപ്സ് കൊടുക്കുക. അത് കാരണം അതിൻ്റെ ഇൻഡിക്കേറ്റർ എന്നാന്ന് കാണണമല്ലോ. ഈ 0 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? സ്റ്റെപ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് വീണ്ടും കൊടുക്കുന്നു. ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് വീണ്ടും കൊടുക്കുന്നു, ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കൊണ്ടുവന്നു. എന്നിട്ട് അതൊരു 2% വീണ്ടും കൊടുക്കുന്നു, 2%. ഹൈറ്റ് ഒരു 2%. ഓക്കെ കൊടുക്കുന്നു. അതിൻ്റെ താഴെ അടുത്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ഇടുന്നു. ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മളെ അടുത്ത ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരന്റ് കൊടുക്കുന്നു. അടുത്ത ലാബൽ എടുത്തിട്ട് ഇതേ പ്രൊസീജിയറിനെ ഫോളോ ചെയ്യാം. ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു, സെൻറ്റർ കൊടുക്കുന്നു. അപ്പം ഈ ഒരു ഇമേജ് കൊടുത്തത് ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ.
ലേബൽ കൊടുക്കുന്നു, ഡ്രാഗ് ചെയ്യുന്നു. ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് 18 ഉള്ളിലേക്ക് ഇടുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ 0 എന്ന് കൊടുക്കുന്നു. വീണ്ടും 0. അതിൻ്റെ സൈസ് വീണ്ടും 40 കൊടുക്കാം. ഫോണ്ട് ബോൾഡാക്കാം. അപ്പം ഈ 0 എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിസ്റ്റൻസിനാണ്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അടിയിൽ എന്താണെന്ന് വരിക? ഡിസ്റ്റൻസ് ഇപ്പം മീറ്റർ ആണെങ്കിൽ മീറ്റർ എന്ന് ടൈപ്പ്. ഞാനിവിടെ മീറ്റർ ആക്കുന്നത് മീറ്റർ സ്കെയിലിൽ അളക്കുന്നത്, അതുകൊണ്ട് മീറ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ അടുത്ത ലേബൽ വീണ്ടും താഴേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ലേഔട്ട് പോയിട്ട് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കുന്നു, ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടുവരുന്നു. അതിൻ്റെ വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കുന്നു. വീണ്ടും ലേബലിൽ പോകുന്നു, ലേബൽ ഡ്രാഗ് ചെയ്തിട്ട് ഇതിനുള്ളിൽ കൊണ്ടുവരുന്നു. ലേബലിൻ്റെ പേര് മാറ്റിയിട്ട് മീറ്റർ സ്കെയിലിൽ കൊണ്ടുവരും. ഓക്കെ. അതായത് ഈ ഒരു 0 മീറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൽ അത് സെൻറ്ററിലേക്ക് കൊണ്ടുവരും ഈ ഒരു ഫോണ്ട്. എന്നിട്ട് ഈ ഒരു മീറ്റർ എഴുതിയ ഫോണ്ടിൻ്റെ സൈസ് കുറച്ചും കൂടെ കൂട്ടിയിട്ട് നേരത്തെ കൊടുത്ത് എത്രയും 30 കൊടുക്കുക. ഫോണ്ട് ബോൾഡ് കൊടുക്കുക. ഓക്കെ കൊടുക്കും. അതും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ഇനി അടുത്ത ടൈമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈമിനെ കൊണ്ടുവരണം അടുത്തേക്ക് അല്ലേ. അപ്പം വീണ്ടും ഞാൻ ലേഔട്ട് പോകുന്നു, ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടിരുന്നു. എന്നിട്ട് അതിനെൻ്റെ ഹൈറ്റ് ഒരു 2% ഇടുന്നു. ഒരു ഈക്വൽ ഹൈറ്റിലൊക്കെ ഞാൻ പോകുന്നത്. ഓക്കെ. 2%. ഇനി വീണ്ടും അടുത്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇടുന്നു. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പം വീണ്ടും ലേബൽ എടുക്കുന്നു, ലേബൽ ഡ്രാഗ് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് കൊണ്ടിടുന്നു. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. സെൻറ്ററിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഈ ഒരു ലേബലിൽ ടെക്സ്റ്റ് മാറ്റിയിട്ട് എന്താ കൊടുക്കേണ്ടത്? ഡിസ്റ്റൻസ് ഇപ്പം ഞാനിവിടെ ഇപ്പോൾ എനിക്ക് വേണ്ടത് മീറ്റർ ഇതിലിപ്പോൾ ടൈമാണ്. അപ്പോൾ ടൈം എനിക്ക് മിനിറ്റ്സിലാണ് വേണ്ടത്. അപ്പോൾ മിനിറ്റ്സ് ടൈപ്പ് ചെയ്യാം. മിനിറ്റ്സ്. ഓക്കെ. ഇത്ര മിനിറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കുന്നു. ഇപ്പം മിനിറ്റ്സ് കൊടുത്തത്. അപ്പം മിനിറ്റ്സിൻ്റെ സൈസും കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ 30 ആക്കും. 30 എന്ന് കൊടുക്കാം. അതിൻ്റെ ഫോണ്ട് സൈസ് ബോൾഡാക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വിട്ടുപോയി, 0 ഇടാൻ വിട്ടുപോയി. അപ്പം അതും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ. എങ്ങനെ വേണ്ടിക്കാം? വളരെ ഫ്ലെക്സിബിൾ ആണ്. ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കും, ഇതിൻ്റെ ഇടയിൽ വെക്കും. എന്നിട്ട് ഇത് ഫിൽ പാരൻ്റ് കൊടുക്കും. വിഡ്ത്ത് ഫിൽ പാരൻ്റ് കൊടുക്കും. ഓക്കെ കൊടുക്കും. ഇതിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിട്ടുപോയ കാര്യം 0, അതായത് 0 മിനിറ്റ്സ് എന്ന് പറഞ്ഞു. ഓക്കെ. വീണ്ടും അത് സെൻറ്റർ ചെയ്യാം. വളരെ എളുപ്പമാണ്. വീണ്ടും അത് സെൻറ്റർ ചെയ്യാം. എന്നിട്ട് ലേബലിനകത്ത് 0 എന്ന് ഇടും. എന്നിട്ട് ഫോണ്ട് സൈസ് ഒരു 40, നേരത്തെ ചെയ്ത പോലെ തന്നെ 40 ഇടും. ഫോണ്ട് ബോൾഡ് കൊടുക്കും. 0 മിനിറ്റ്സ് എന്ന് തോന്നും. ഓക്കെ. എല്ലാം 0യിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്നാ വേണ്ടത്? അടുത്ത ഒരു സ്പേസും കൂടെ വെക്കണം. ഒരു സ്പേസും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ ബട്ടൺ അതിൻ്റെ അകത്ത് വരണം. മിനിറ്റ്സും കൂടെ വന്നു. അതിന് ശേഷം ഇവിടെ ഒരു 2% വീണ്ടും കൊടുക്കുന്നു. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ 2% ഹൈറ്റ് കൊടുക്കും. 2% ഹൈറ്റ്. ഓക്കെ കൊടുക്കും. അതിനുശേഷം വീണ്ടും ഞാൻ അടുത്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കുന്നു. ഏറ്റവും താഴേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിലായിരിക്കും, അതേ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് നമ്പർ 14 അതിനകത്തായിരിക്കും എൻ്റെ ബട്ടൺ, അതായത് കമാൻഡ് ബട്ടൺ ഉണ്ടല്ലോ, അതിലേക്ക് വരും. അതിൻ്റെ വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കും. ഓക്കെ കൊടുക്കും. അതിനുശേഷം ഞാൻ എൻ്റെ കമാൻഡ് ബട്ടൺ എടുക്കുന്നു. ബട്ടൺ യൂസ് ചെയ്യുന്നു. ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉള്ളിലേക്ക് ബട്ടൺ വന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ബട്ടൺ, 2 ബട്ടൺ ഉണ്ടായിരുന്നു, ഒന്ന് സ്റ്റാർട്ടും ഒന്ന് റീസെറ്റും. ഓക്കെ. ഇത് രണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സെൻറ്റർ ചെയ്യണം. അത് സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ സെൻറ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഏതിലാണ് ഈ ഒരു ബട്ടൺ 1, 1, 2 ഉള്ള 14 ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് നമ്പർ 14. അപ്പോൾ അത് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് 14ൻ്റെ നേർക്ക് പോയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് സെൻറ്റർ കൊടുക്കും. അലൈൻ ഹൊറിസോണ്ടൽ സെൻറ്റർ കൊടുക്കും. അപ്പോൾ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ബട്ടൻ്റെ സ്റ്റൈൽ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ബട്ടൺ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇടുമ്പോൾ പല മോഡലുണ്ട്. ഡിഫോൾട്ട് ഷേപ്പ് ഡിഫോൾട്ട് ഉണ്ട്, റൗണ്ടഡ് ഉണ്ട്, റെക്റ്റാങ്കുലർ ഉണ്ട്, ഓവൽ ഉണ്ട്. ഞാനിപ്പോൾ ഓവൽ കൊടുക്കാൻ ഓവലിൻ്റെ ഷേപ്പിൽ വരും. അതുകാരണം ബട്ടൺ 2ഉം ഓവൽ ഷേപ്പ് തന്നെ കൊടുക്കാം. ഓവൽ ഷേപ്പ് കൊടുക്കും.
ഒന്ന് ജസ്റ്റ് സ്റ്റൈൽ മാറ്റാനാണ്. ഓക്കെ, ഇനി ഈ 2 ബട്ടൺ കൊണ്ട് രണ്ടും തമ്മിൽ ഗ്യാപ്പ് ഇല്ല. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ലേഔട്ട് പോയിട്ട് ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് കൊടുത്തിട്ട് ഈ ഒരു രണ്ടിനും നടുക്ക് കൊണ്ടിടുന്നു, 2 ബട്ടണിൻ്റെയും സെൻട്രലായിട്ട്. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഓക്കെ, അത് കറക്റ്റാണ്. ഇപ്പോൾ ബട്ടൺ 1 പോയിട്ട് നമുക്ക് വണ്ടിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയിട്ട് ഇത് ഓറഞ്ച് കൊടുക്കാം, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ടൺ 2ൻ്റെ അതേപോലെ തന്നെ കളർ മാറ്റിയിട്ട് ഒന്ന് ഓറഞ്ച് കൊടുക്കാം. ഓക്കെ, ഇനി ബട്ടൻ്റെ മേലുള്ള ടെക്സ്റ്റ് മാറ്റണം. ടെക്സ്റ്റ് മാറ്റിയിട്ട് സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. സ്റ്റാർട്ടും രണ്ടാമത്തെ ബട്ടൻ്റെ പേരിൽ റീസെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസിലെ കാര്യങ്ങൾ തിരിച്ചുമായി വിസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പോണൻസും ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ യൂസർക്ക് വിസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പോണൻസും ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി വിസിബിൾ അല്ലാത്തൊരു കോമ്പോണന്റും ഉണ്ട്, അതാണ് പ്രധാനം, പെഡോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആ ഒരു കോമ്പോണന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്സ് അളക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ആ ഒരു സെൻസറാണ് ആക്ച്വലി അത്. അപ്പം ഇവിടെ സൈഡിൽ ഈ പാലിറ്റിയിൽ പോയ സെൻസേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ആക്സിലറോമീറ്റർ സെൻസർ, ബാർകോഡ് സെൻസർ ഉണ്ട്, ബാരോമീറ്റർ, ക്ലോക്ക്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് പോയാൽ പെഡോമീറ്റർ ഉണ്ട്. ഈ ഒരു പെഡോമീറ്റർ ആണ് ഈ വാക്കിംഗ് സ്റ്റെപ്സ് എല്ലാം മാർക്ക് ചെയ്യുന്നത്. വാക്കിംഗ് സ്റ്റെപ്സിന്റെ അളക്കുന്നതെല്ലാം ഈ ഒരു പെഡോമീറ്റർ ആണ്. അപ്പോൾ പെഡോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. പെഡോമീറ്റർ ആക്ച്വലി ഒരു നോൺ വിസിബിൾ കോമ്പോണന്റ് ആണ് വരുന്നത്. അപ്പോൾ അത് പെഡോമീറ്ററിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ടിനുള്ളിലേക്ക് ഇടുന്നു. ഓക്കെ, നോൺ വിസിബിൾ കോമ്പോണന്റ് ആണ് പെഡോമീറ്റർ. അപ്പോൾ പെഡോമീറ്റർ 1 എന്നതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമ്പോണന്റ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു കോമ്പോണന്റ് കൂടി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കോമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം അല്ല സ്റ്റെപ്സ്, ഡിസ്റ്റൻസ്, ടൈം, ഈ കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റെപ്സ് എന്ന് മാർക്ക് ചെയ്തിനല്ലോ, സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് രണ്ടാമത്തെ ഇപ്പം ലാബിൽ ഓരോ ലാബിൽ നമുക്ക് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സ്റ്റെപ്സിന് നമ്മൾ ഇവിടെ ഞാൻ പേര് മാറ്റാൻ വിട്ടുപോയി, അപ്പം നോക്കിയിട്ടൊന്ന് പേര് മാറ്റണം. ഓക്കെ, ഇപ്പം ഈ ഒരു സ്ഥലത്ത് ലെവൽ 3 പേര് മാറ്റിയിട്ട് ഡിസ്റ്റൻസ് എന്ന് കൊടുക്കാം. ഡിസ്റ്റൻസ് ഓക്കെ കൊടുക്കും. ഇനി ലെവൽ 6 പേര് മാറ്റിയിട്ട് ടൈം എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പം യൂസർ ഇന്റർഫേസിലെ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലോക്സിലേക്ക് പോവാം. ഓക്കെ, ബ്ലോക്സിൽ പോയിട്ട് ഇനി ഈ ബട്ടൺ ഉണ്ടല്ലോ, 2 ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് സ്റ്റാർട്ട് ബട്ടണും ഒന്ന് റീസെറ്റ് ബട്ടണും. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, റീസെറ്റ് ബട്ടൺ എന്തൊക്കെ ചെയ്യണം, അതാണ് നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടണിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. വെൻ ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ബട്ടൺ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം. ഓക്കെ, ഞാൻ ബട്ടണിന്റെ ഒന്നും പേര് മാറ്റില്ല, കാരണം ബട്ടൺ ആകെ 2 ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ടൺ 1 ഉണ്ട്, ബട്ടൺ 1 സ്റ്റാർട്ടാണ്, ബട്ടൺ 2 റീസെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതേ മോഡൽ നമ്മളങ്ങ് ചെയ്താൽ മതി. ബട്ടൺ 1 ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പെഡോമീറ്റർ സ്റ്റാർട്ടാണ്, അത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെഡോമീറ്ററിന്റെ ഓപ്ഷൻസിലേക്ക് പോവുക. അതിനുശേഷം കോൾ പെഡോമീറ്റർ ഇവിടെ കണ്ടോ, കോൾ പെഡോമീറ്റർ 1 സ്റ്റാർട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു കോൾ ചെയ്യണം. ഓക്കെ, പെഡോമീറ്ററിന്. അപ്പോൾ കോൾ പെഡോമീറ്റർ 1 സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെഡോമീറ്റർ സ്റ്റാർട്ട് ആവും. പക്ഷേ പെഡോമീറ്ററിൽ കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. പെഡോമീറ്റർ ഇനി ഓരോ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യണമല്ലോ, നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാത്ത സമയം ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെൻ പെഡോമീറ്റർ 1 സിമ്പിൾ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, അപ്പോൾ അത് ഇതിനകത്ത് കൊടുക്കുക. അപ്പം ഈ ഒരു പോയിന്റിലാണ് ഈ ഡിസ്റ്റൻസ്, ടൈം, ഈ കാര്യങ്ങളെല്ലാം സ്റ്റെപ്സ് എല്ലാം അളക്കുന്നത്. ഈ ഒരു പെഡോമീറ്ററിന്റെ ഈ ഓപ്ഷനാണ്. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ സ്റ്റെപ്സ് ഓരോ പേരിട്ടിനല്ലോ, ലാബിലെല്ലാം പേരിട്ടില്ല, സ്റ്റെപ്സ് എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാബിൽ എന്ത് സംഭവിക്കണം, ഈ പെഡോമീറ്റർ റൺ ചെയ്യുമ്പോൾ ലാബിൽ ഈ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്സ് എന്നുള്ള ലാബിൽ എടുക്കും. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. സെറ്റ് സ്റ്റെപ്സ് എന്ന് കൊടുത്തിട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. എന്നിട്ട് ഇവിടെ ഓപ്ഷൻ മാറ്റിയിട്ട് ടെക്സ്റ്റ് കൊടുക്കും. അതായത് സെറ്റ് സ്റ്റെപ്സ് എന്നുള്ളത് ഇവിടെ ഞാൻ ലാബിലാണ്,
ഈ ലാബലിന്റെ ഡോട്ട് ടെക്സ്റ്റ്, ലാബലിലുള്ള ടെക്സ്റ്റ് മാറ്റിയിട്ട് എന്ത് സംഭവിക്കണം? പെഡോമീറ്ററിൽ വരുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് റീഡ് ചെയ്യണം. അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെഡോമീറ്ററിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വീണ്ടും. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്സ് അല്ല കൊടുത്തത്. അപ്പോൾ സ്റ്റെപ്സിന് കണക്കായിട്ടുള്ള കാര്യങ്ങളുള്ള സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. പെഡോമീറ്ററിന്റെ ഓപ്ഷനിൽ പോയി കിട്ടും ഇത്. പെഡോമീറ്റർ 1 ഡോട്ട് സിമ്പിൾ സ്റ്റെപ്സ്, അത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ഇടും. ഓക്കെ, അപ്പോൾ പെഡോമീറ്റർ റൺ ചെയ്യുമ്പോൾ ഈ സിമ്പിൾ സ്റ്റെപ്സ് ഈ ഒരു ടെക്സ്റ്റിലേക്ക്, ഈ ഒരു ലാബലിലേക്ക് പോയിട്ട് സേവ് ആയി പോകും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്സ് കൊടുത്തു. സ്റ്റെപ്സ് കൊടുത്തതിന് ശേഷം അടുത്ത ലാബൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസിന് സെയിം പാറ്റേണിനെ ഫോളോ ചെയ്യാം. ഡിസ്റ്റൻസ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നു. സെറ്റ് ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് എന്നുള്ള ഇതേപോലെ തന്നെ ലാബിലാണ്. അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ആയിട്ട് മാറ്റും. ഇനി പെഡോമീറ്റർ ഡോട്ട് സിമ്പിൾ സ്റ്റെപ്സ് അതേ രീതിയിൽ പെഡോമീറ്ററിലേക്ക് ഓപ്ഷനിലേക്ക് പോവുക. ഇതിപ്പം ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ പെഡോമീറ്റർ 1 ഡോട്ട് ഡിസ്റ്റൻസ് എന്ന് അത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. ഇനി നെക്സ്റ്റ് വീണ്ടും അടുത്ത അടുത്ത വരുന്ന ഏതാണ്? ടൈം അല്ല, ടൈം. ഡിസ്റ്റൻസ് ഒന്ന് ടൈം, ഇനി അടുത്ത ടൈമാണ്. ടൈം ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ലാബലിന്റെ പേരാണ് ടൈം എന്ന്. അതിന്റെ ടെക്സ്റ്റ് മാറ്റണം, ടെക്സ്റ്റ് കൊടുക്കും. ഓക്കെ, ഇതിന്റെ പെഡോമീറ്ററിൽ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ പെഡോമീറ്റർ ക്ലിക്ക് ചെയ്യുക. ഇനി എലാപ്സ്ഡ് ടൈം എന്നുണ്ട്, അത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ കണക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റെപ്സായി, ഡിസ്റ്റൻസ് ആയി, പെഡോമീറ്ററിന്റെ ടൈമിംഗ് ആയി. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പെഡോമീറ്ററിൽ പോയിട്ട് നമുക്ക് ഓരോന്നും ഡിസ്റ്റൻസ് ഏത് രീതിയിൽ അളക്കുക, ടൈം ഏത് രീതിയിലാണ്, ഏത് യൂണിറ്റിലാണെന്ന് മെഷർ ചെയ്യുക, അതെല്ലാം ഇവിടെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ പെഡോമീറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളെയും എക്സ്പ്ലനേഷൻ ചെറിയ രീതിയിൽ തരും. കണ്ടോ, ഡിസ്റ്റൻസ് ഏത് രീതിയിലാണ് അളക്കുന്നത്, അതായത് ഏത് യൂണിറ്റിലാണ് അളക്കുന്നത്, മീറ്ററിലാണ് അളക്കുന്നത്. എലാപ്സ്ഡ് ടൈം ഏത് യൂണിറ്റിലാണ് അളക്കുന്നത്, മില്ലി സെക്കൻഡിലാണ് അളക്കുന്നത്. മറ്റേത് സ്റ്റെപ്സും അവിടെ വേറെ നോക്കാനല്ലോ, സ്റ്റെപ്സ് തന്നെയാണ്. എലാപ്സ്ഡ് ടൈം പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മില്ലി സെക്കൻഡിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ടൈം എലാപ്സ്ഡ് മില്ലി സെക്കൻഡിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ലാർജ് ആയിരിക്കും. നമ്മൾ സെക്കൻഡിലേക്ക് വരുമ്പോൾ പോലും 1000 സെക്കൻഡ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ അതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഈ മില്ലി സെക്കൻഡിനെ മാറ്റി, എനിക്കിപ്പോൾ മിനിറ്റിലേക്ക് കൊടുക്കണ്ടേ, അപ്പോൾ ആ മില്ലി സെക്കൻഡിനെ മാറ്റിയിട്ട് മിനിറ്റിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പം ഡിസ്റ്റൻസിന് ഓൾറെഡി മീറ്റർ ആണ്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഡിസ്റ്റൻസ് മീറ്റർ തന്നെ നോട്ട്. പക്ഷേ ഈ എലാപ്സ് ടൈമിനെ നമ്മളൊന്ന് മാറ്റിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്തായി കൊടുക്കണം, മിനിറ്റിലേക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം ഈ ഒരു എലാപ്സ് ടൈമിനെ. അപ്പോൾ പെഡോമീറ്ററിൽ എലാപ്സ്ഡ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് മില്ലി സെക്കൻഡിലാണ് കാണിച്ചിരുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 60,000 കൊടുക്കണ്ടേ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്ത് ഓപ്പറേറ്ററിലേക്ക് പോകും. ഓക്കെ, മാത്ത് ഓപ്പറേറ്ററിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും കുറേ ഡിവൈഡഡ് ബൈ ഉണ്ടോ ഇവിടെ, അത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഈ ഒരു പെഡോമീറ്റർ ആണല്ലോ നമുക്ക് എലാപ്സ്ഡ് ടൈം റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. ഈ ഒരു ടൈമിനാണ്, അതായത് ഇപ്പം 1000 സെക്കൻഡ് എന്നുള്ള രീതിയിൽ മില്ലി സെക്കൻഡ് എന്നല്ല വരുന്നത്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യണത് ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു 60,000 എന്ന്. അപ്പോൾ 60,000 ഡിവൈഡ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഇതെല്ലാം മാത്തിലാണ് വരുന്നത് കേട്ടോ, മാത്ത് ഓപ്പറേറ്ററിലാണ് വരുന്നുണ്ടോ. മാത്തിൽ പോയിട്ട് ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു 0 ഇങ്ങോട്ടേക്ക് ഇടും. അതിനുശേഷം ഇവിടെ 60,000 എന്ന് കൊടുക്കും. അത് 60,000ലേക്ക്, അതായത് ഇതിനെ ഡിവൈഡ് ബൈ പെഡോമീറ്ററിൽ ഈ മില്ലി സെക്കൻഡിനെ ഡിവൈഡ് ബൈ 60,000 കൊടുത്താൽ നമുക്ക് മിനിറ്റിലെ സ്കെയിലിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ അടുത്തുള്ളിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഈ ഒരു സെക്ഷൻ ആയിട്ടുണ്ട്. പെഡോമീറ്ററിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സിമ്പിൾ സ്റ്റെപ്സ് വന്നു, സ്റ്റെപ്പായിട്ട് വന്നു, പിന്നെ ഡിസ്റ്റൻസ് മീറ്ററിലായിട്ട് വന്നു, എലാപ്സ്ഡ് ടൈം മിനിറ്റിലായിട്ട് വന്നു. ഓക്കെ, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0.1 സംതിങ് അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ, കാരണം എന്താ പറഞ്ഞാൽ അത് സെക്കൻഡിലേക്കായിട്ട് മറ്റേ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതുകൊണ്ട് 0. നല്ല രീതിയിൽ വരുമോ. കുറച്ച് കഴിയുമ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 1 മിനിറ്റ് എന്ന് കാണിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ 2 ഡോട്ട് ക്ലിക്ക് ആണല്ലേ, ബട്ടൺ 2 ഡോട്ട് ക്ലിക്ക്. അപ്പോൾ ബട്ടൺ 2 എന്നാ ചെയ്യേണ്ടത്, റീസെറ്റ് ചെയ്യാണ്ടേ. അപ്പോൾ പെഡോമീറ്റർ ഇപ്പോൾ റീഡ് ചെയ്ത് ഫസ്റ്റ് കോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോൾ ചെയ്തു, അതിനുശേഷം പെഡോമീറ്റർ റീഡിംഗ് എല്ലാം കാണിച്ചു. പിന്നെ അപ്പോൾ അതിനുശേഷം എനിക്ക് ഇപ്പോൾ പെഡോമീറ്റർ നിർത്തിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, റീസെറ്റ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യല്ല, കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് പുതിയ സ്റ്റാർട്ടിങ് കൊടുക്കണം എന്ന് വിചാരിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പെഡോമീറ്ററിന്റെ ഓപ്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, പെഡോമീറ്റർ ഡോട്ട് ഇതുണ്ടോ, പെഡോമീറ്റർ ഡോട്ട് റീസെറ്റ് ഉണ്ട്, പെഡോമീറ്റർ ഡോട്ട് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പെഡോമീറ്ററിനൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിന് വേണ്ടി ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് കിടുന്നു. വീണ്ടും ആ ഓപ്ഷനിലേക്ക് പോയിട്ട് പെഡോമീറ്റർ ഡോട്ട് റീസെറ്റ് എന്ന് കൊടുക്കുന്നു. ഇത് രണ്ടും ക്ലിയർ ആക്കി. ഓക്കെ, പെഡോമീറ്റർ ഡോട്ട് സ്റ്റോപ്പ് കൊടുത്ത് റീസെറ്റും കൊടുത്തു. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ലാബലിലുള്ള കാര്യങ്ങൾ, ലാബലിൽ ഓട്ടോമാറ്റിക്കായി കുറച്ച് റീഡിംഗ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ലാബലിനെയും കൂടി നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതായത് ഈ സ്റ്റെപ്സ്, ഡിസ്റ്റൻസ്, ടൈം, ഇതിൻ്റെ അകത്ത് ഈ ലാബലിലെല്ലാം ഓൾറെഡി കുറച്ച് ടെക്സ്റ്റ് ഫീഡ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം.
അതിനു വേണ്ടി ഞാൻ ഓരോരോ സ്റ്റെപ്സിന് ഞാൻ വീണ്ടും എടുക്കുന്നു. സ്റ്റെപ്സ് എടുക്കുന്നു. അടുത്ത് എന്നാണ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസും അതുപോലെ തന്നെ എടുക്കുന്നു. എല്ലാത്തിനും ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. തൽക്കാലത്തേക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് ഇടുന്നേ ഉള്ളൂ. ടൈമും ഇതേപോലെ തന്നെ ഡ്രാഗ് ചെയ്തിടുന്നു. ടൈം ഓക്കെ. സ്റ്റെപ്സായി, ഡിസ്റ്റൻസായി, ടൈമായി. ഇതിൻ്റെ എല്ലാം ടെക്സ്റ്റെല്ലാം നമുക്ക് മാറ്റേണ്ടത്. ടെക്സ്റ്റ് ക്ലിയർ ആക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബട്ടൺ കൊണ്ട്. ടെക്സ്റ്റ് ഓക്കെ. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. ഓക്കെ. ഇതെല്ലാം ടെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ആണെങ്കിൽ നമുക്ക് മാത്ത് ഓപ്പറേറ്റർ പോയിട്ട് ഇതെല്ലാം 0 വാല്യൂ തന്നെ കൊടുക്കുന്നു. 0 കൊടുക്കുന്നു. കൺട്രോൾ സി എടുത്ത് കൺട്രോൾ വി എടുത്ത് ഇവിടെ വരും കേട്ടോ. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇതിനിപ്പം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബട്ടൺ 2 റീസെറ്റ് ഉള്ള ബട്ടണാണ് ബട്ടൺ 2. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെഡോമീറ്റർ സ്റ്റോപ്പ് ആവും. പെഡോമീറ്റർ റീസെറ്റ് ചെയ്യും. വീണ്ടും സ്റ്റെപ്സ് എന്നുള്ള ടെക്സ്റ്റ് ക്ലിയർ ആക്കിയിട്ട് 0 ഇടും. ഡിസ്റ്റൻസുകളുടെ ടെക്സ്റ്റ് മാറ്റിയിട്ട് 0 ഇടും. ടൈമിൻ്റെ സെറ്റ് മാറ്റിയിട്ട് 0 ഇടും. എല്ലാം ക്ലിയർ ആക്കി തരും. എന്നിട്ട് ആദ്യം മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഔട്ട്പുട്ട് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നതാണ്. ഓക്കെ. സ്റ്റെപ്പ് ട്രാക്കർ എന്നുള്ള ആപ്പ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആകെ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി നോക്കാം. ഇത് കറക്റ്റ് ആയിരുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വാക്ക് ചെയ്യുന്നു. കണ്ടോ, സ്റ്റെപ്സ് ഇത്ര വാക്ക് ചെയ്തു. അതിന് കണക്കായിട്ട് സെക്കൻഡ് ഇങ്ങനെ മാറിക്കൊണ്ട് ഇത് 0.204 എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡിലാണ് കാണിക്കുന്നത്. ഏറ്റവും ചെറിയ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പം ആ ഒരു സെക്കൻഡ് കണക്കായിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് മിനിറ്റിലേക്ക് വരും. 1 പോയിന്റ് എന്നില്ല. അപ്പോൾ 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ വരും. ഇത് 5.11 എന്നുള്ള മീറ്ററിലേക്ക് വന്നിട്ടുണ്ട്. 6 സ്റ്റെപ്സ് ആ രീതിയിൽ പോകും. ഓക്കെ. ഇനി റീസെറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. റീസെറ്റ് കംപ്ലീറ്റ് 0 ആയി. ഓക്കെ. ഇനി നമുക്ക് വേണ്ടിയെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും അതേപോലെ തന്നെ 1 മുതൽ തുടങ്ങും. ഓക്കെ. റീസെറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആപ്പ് ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാം സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.